നോൺസ്റ്റിക്കിന്റെ മെയിൻ പാർട്ടാണ് കോട്ടിങ്. കോട്ടിങ് നമ്മൾ 3 ലെയർ കോട്ടിംഗ് ആണ് നമ്മളുള്ളത്. ഇത് നല്ല ക്വാളിറ്റി ആണല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലും ഭയങ്കര. അതിനൊരു എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ ഓവനിലോട്ടാണ് മാറ്റുന്നത്. ഈ ഓവൻ 40 ഫീറ്റ് ഓവൻ ആണ് ഇതുള്ളത്. ഇതൊരു ഭാഗത്തേക്ക് കൊടുക്കുന്നു, മറ്റൊരു ഭാഗമാകുമ്പോഴത്തേക്ക് F0 വന്നിരിക്കുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ടെന്റോ പ്രീമിയം കുക്ക്വെയർ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഫാക്ടറിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന നോൺ സ്റ്റിക്ക് ഉണ്ടല്ലോ, ഈ നോൺ സ്റ്റിക്ക് എങ്ങനെ നിർമ്മിക്കുന്നു ആ ഒരു കാഴ്ച നമുക്ക് കാണണ്ടേ. ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് വന്നിട്ടുള്ളത്. നോൺ സ്റ്റിക്കിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണ രീതി അത് നമുക്ക് കാണാം. നേരെ ടെന്റോ കമ്പനിയുടെ വിശേഷങ്ങളിലേക്ക്. ടെന്റോ കമ്പനിയുടെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്ന കാഴ്ച നമ്മൾ കാണാൻ പോവാണ്. ഇപ്പൊ എന്റെ മുന്നിലുള്ളത് ഈ ഒരു ഫാക്ടറിയുടെ ഫുൾ ഇൻചാർജ് ആയിട്ടുള്ള അസ്കറാണ്. അസ്കർ, ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി? നമ്മളിപ്പോ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് 3ാമത്തെ വർഷമാണിത്. 3ാമത്തെ വർഷമായി. അതെ. ഓക്കെ, ഈ എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ബിരിയാണി പോട്ട്, ഫ്രൈ പാന്, തവ, അപ്പച്ചട്ടി, ഓൾമോസ്റ്റ് നമ്മൾ മറ്റേ നോൺ സ്റ്റിക്കിന്റെ എല്ലാ ഐറ്റംസും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാ ഐറ്റംസും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നോൺ സ്റ്റിക്കിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിലവിൽ? തീർച്ചയായിട്ടും നമ്മൾ മാർക്കറ്റിൽ പുതിയ ഐറ്റംസ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡേ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഡേ ഉണ്ടാക്കാൻ കൊടുക്കണം. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യണം. നോൺ സ്റ്റിക്കിൽ എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്യണം. ഞാനിവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. എല്ലാവരും ഉള്ളിൽ വലിയൊരു ഡൗട്ടാണ് ഈ നോൺ സ്റ്റിക്ക് ഒക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അത് കാണാനും അത് നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും നമുക്ക് പ്രൊഡക്ഷൻ കാണാം. പ്രൊഡക്ഷൻ ടീം ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും നമുക്ക് കാണാം. നമുക്ക് നേരെ പ്രൊഡക്ഷനിലേക്ക് കടക്കാം. പ്രൊഡക്ഷനിലേക്ക് പോകാം. നമ്മൾ ഇവിടെ നിന്നാണ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യണത്. ഫസ്റ്റ് ഇത് വന്നിട്ട് റോ മെറ്റീരിയൽ വന്നിട്ട് മെയിൻ സർക്കിളാണ്. സർക്കിള് ഓരോരോ ബിരിയാണി പോട്ടിന് ഒരു സർക്കിൾ സൈസ് ഡിഫറെന്റ് ആയിരിക്കും. തവക്ക് സർക്കിൾ ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ബിരിയാണി പോട്ടിന്റെ ആണ്. ഇത് ഡൈയിലേക്ക് കൊടുക്കുക. അതെ, സർക്കിൾ വന്നിട്ട് അതിൽ ക്വാളിറ്റി ഫസ്റ്റ് ചെക്ക് ചെയ്യും. അതിൽ സ്ക്രാച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം അത് നമ്മൾ അവർക്ക് പ്രസ് ചെയ്യാൻ കൊടുക്കും. ഇത് പ്രസ് ചെയ്തതിന്റെ ശേഷം കട്ടിങ്ങിന് കൊടുക്കും. ഇതിപ്പോ നമ്മൾ പൂർണ്ണമായിട്ട് ഇവിടെ കാണാൻ പോകുന്ന ബിരിയാണി പോട്ട് മാത്രം ഉണ്ടാക്കുന്നതാണോ? അല്ല, നമ്മളിപ്പോ ഇവിടെ കാണുന്നത് വ്യത്യസ്തമായ കുറെ ഐറ്റംസുകൾ ഉണ്ട് ഇവിടെ ഇപ്പൊ ചെയ്യണത്. അപ്പൊ ഓരോരോ ഐറ്റംസുകളാണ് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത്. അല്ല, നമ്മൾ ഇവിടുന്ന് ചിലപ്പോൾ പ്രസ്സിങ് ബിരിയാണി പോട്ട് ആയാലും കട്ടിങ്ങിൽ ചിലപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് തവ ആയിരിക്കും. സാൻഡ് ബ്ലാസ്റ്റിംഗ്. അതെ, അത്രയും പ്രോഡക്റ്റ്. കാരണം ഓണത്തിന്റെ ടൈം ആണല്ലോ ഇപ്പോ. അപ്പൊ ഈ ടൈമിൽ നമുക്ക് കൂടുതൽ വോളിയം ചെയ്യണം. മനസ്സിലാവും തുടക്കം എങ്ങനെയാണ്, എൻഡ് എങ്ങനെയാണെന്നുള്ളത് കാണാൻ കഴിയും. ഇതിന് ശേഷം പ്രസ്സിങ്ങിന് ശേഷം ഓയിൽ ക്ലീനിങ്ങിനാണ് പോകുന്നത്. ഓയിൽ ക്ലീനിങ്ങിന് ശേഷം നമ്മൾ അത് ബോർഡർ കട്ടിന് കൊടുക്കും. ബോർഡർ കട്ട് ചെയ്ത് ശേഷമാണ് ബോർഡർ കട്ട് എന്തിനാ ചെയ്യുന്നത്? ബോർഡർ കട്ട് ചെയ്യണത് വെച്ചാല് ഫസ്റ്റ് ഒരു ബോർഡർ കട്ട്, ഫൈനൽ വേറൊരു ബോർഡർ കട്ടും ഉണ്ട്. ഫസ്റ്റ് ബോർഡർ കട്ട് ചെയ്യണത് വെച്ചാല് ഇത് കുറെ പ്രോസസ്സിൽ കടന്നു പോവാണ്ട്. അപ്പോൾ ഇത് കയ്യുമ്മ തട്ടി കയ്യിന് സ്ക്രാച്ച് വരാതെ വെക്കാനും ഇതിനൊക്കെയാണ് ഫസ്റ്റ് ഒരു കട്ട് ചെയ്യണത്. ബഫിങ് ചെയ്യേണ്ട ടൈമിൽ ഇത് കയ്യിൽ സ്ക്രാച്ച് വരാതെ വെക്കാനാണ് സ്മൂത്ത് ആക്കി എടുക്കുക. ഫസ്റ്റ് സ്റ്റേജിൽ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കും. സ്മൂത്ത് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ അത് നേരെ സാൻഡ് ബ്ലാസ്റ്റിങ്ങിന് കൊടുക്കും. ഇപ്പൊ ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രൈ പാന്റെ സാൻഡ് ബ്ലാസ്റ്റിംഗ് ആണ്. സാൻഡ് ബ്ലാസ്റ്റ് ഇത് എന്തിനു വേണ്ടി ചെയ്യണം? ഇത് കോട്ടിങ് ഇളകി പോരാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് സാൻഡ് ബ്ലാസ്റ്റിംഗ് ചെയ്യണത്. എന്ന് വെച്ചാല് അത് കോട്ടിങ് ഇളകി പോകാതിരിക്കാൻ കുറച്ചുകൂടെ ഒന്ന് റഫ് ആക്കി എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. ഇപ്പൊ അതിൽ മെഷീനിൽ വെക്കുന്ന ഐറ്റംസ് അല്ല പുറത്തേക്ക് വരുന്നത്. അത് തീർത്തും ഡിഫറെന്റ് ആണത്. അപ്പൊ നല്ലൊരു വ്യത്യാസം. അതെ, കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം. സാൻഡ് ബ്ലാസ്റ്റിംഗിന്റെ ശേഷം നമ്മൾ ചെയ്യുന്നത് ബഫിംഗ് ആണ്. അപ്പൊ നമ്മള് ബഫിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ളിലും പുറത്തും ഒക്കെ ചെയ്യണോ? ഇല്ല, ഉള്ളിൽ നമ്മൾ ഓൾറെഡി സാൻഡ് ബ്ലാസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞു. സാൻഡ് ബ്ലാസ്റ്റ് ഉള്ളിലാണോ ചെയ്യുന്നത്? ഉള്ളില്. അതെ, പുറത്തില്ല. ഇല്ല, പുറത്ത് ചെയ്യില്ല. പുറത്ത് നമ്മൾ ബഫിംഗ് ചെയ്യും. ബഫിംഗ് ചെയ്യണ വെച്ചാല് പ്രൊഡക്റ്റ് ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബഫിംഗ് ചെയ്യണത്. ബഫിങ്ങിന് ശേഷം നമ്മൾ കോട്ടിങ്ങിലോട്ടാണ് പോകുന്നത്. നമ്മളൊരു മെയിൻ പാർട്ടിലേക്ക് നമ്മൾ മെയിൻ. അതെ, നോൺ സ്റ്റിക്കിന്റെ മെയിൻ പാർട്ടാണ് കോട്ടിങ്. കോട്ടിങ് നമ്മൾ 3 ലെയർ കോട്ടിംഗ് ആണ് നമ്മളുള്ളത്. അതിൽ നമ്മൾ പ്രൈമർ, STR, ടോപ്പ് കോട്ട് എല്ലാം 3 ലെയർ നമ്മൾ കോട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഒരു കോട്ടിംഗിൽ? നമ്മൾ ഓരോരോ സ്റ്റേജിൽ, അതായത് STR ചെയ്തതിന് ശേഷം പ്രൈമർ അടിച്ചതിന് ശേഷം നമ്മൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. ക്വാളിറ്റി ചെക്കിങ്ങിൽ നോൺ സ്റ്റിക്കിന്റെ മെയിൻ ബിഗിനിങ് സ്റ്റേജ് ക്വാളിറ്റി ചെക്കിംഗ് ആണ്. അപ്പോൾ ഈ പ്രൈമർ അടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പ്രൊഡക്റ്റിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈമർ അടിക്കേണ്ട സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവും. ഇൻ കേസ് ഡാമേജ് വന്നാൽ നമ്മൾ അത് സ്ക്രാപ്പിലോട്ടാണ് കൊടുക്കുന്നത്. ഇത് പിന്നെ ഉപയോഗിക്കൂല. ഈ ഡാമേജ് എന്ന് പറയുന്നത് എന്താണ്? അതിൽ എന്തെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് പിന്നെ യൂസ് ചെയ്യാൻ കഴിയൂല. അപ്പൊ നമ്മൾ അത് നേരെ സ്ക്രാപ്പിലോട്ട് ചെയ്യും. പ്രൈമർ അടിച്ചതിന് ശേഷം നമ്മൾ അത് ടോപ്പ് കോട്ട് ചെയ്യും. ഇതെല്ലാം ഒന്നിച്ചാണോ ചെയ്യുക? ഓരോ ഡ്രൈ ആയതിന്റെ ശേഷമാണ് നമ്മൾ ഓരോരോ സ്റ്റേജ് ചെയ്യണത്. ഫസ്റ്റ് പ്രൈമർ, പിന്നെ ടോപ്പ് കോട്ട്, പിന്നെ STR. അപ്പൊ 3 സ്റ്റേജ് ആയിട്ടാണ് ഇത് ചെയ്യണത്.
ഈ 3 കോട്ടിങ്ങിന്റെ ഇടയിൽ നമ്മളിത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഈ ഓവനിലോട്ടാണ് മാറ്റുന്നത്. ഈ ഓവൻ 40 ഫീറ്റ് ഓവനാണ് ഇതുള്ളത്. പ്രൈമറിന് ഒരു ഹീറ്റിംഗ് കപ്പാസിറ്റി, ടോപ്പ് കോട്ടിന് ഒരു ഹീറ്റിംഗ് കപ്പാസിറ്റി, STRന് ഒരു ഹീറ്റിംഗ് കപ്പാസിറ്റി, അങ്ങനെ 3 സ്റ്റേജിന് 3 ഹീറ്റിംഗ് ആണ് ഇത് വരുന്നത്. ഇതൊരു ഭാഗത്തേക്ക് കൊടുക്കുന്നു, മറ്റൊരു ഭാഗമാകുമ്പോഴത്തേക്ക് നന്നായിട്ട് അത് ഡ്രൈ ആയിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നു. അതെ. ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് നേരെ ഗ്രൂയിങ് ആണ്. അതിന്റെ ബാക്ക് ഡിസൈൻ ഏത് മോഡൽ, ചില കസ്റ്റമർക്ക് പല മോഡലിലും വേണ്ടി വരും. അപ്പോൾ നമ്മളത് അതിന്റെ ഗ്രൂയിങ് ആണ് നമ്മൾ ഇപ്പൊ ഈ കാണാൻ പോകുന്നത്. ഇത് അതിന്റെ ബാക്ക് സൈഡ് ഡിസൈൻ ചെയ്യലാണ്. കൈകൊണ്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് അല്ലേ? മെഷീൻ ഉണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്, മാനുവലും ഉണ്ട്. മാനുവൽ ആകുമ്പോൾ നമുക്ക് വേണ്ട ഡിസൈനിൽ നമുക്ക് ചെയ്യാൻ കഴിയും. മെഷീനിലാകുമ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് മെഷീനിൽ സെറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്രൂയിങ് കഴിഞ്ഞു അടുത്തത് നമ്മൾ വരുന്നത് ഹാൻഡിൽ ഫിറ്റിംഗ് ആണ്. ഈ ഹാൻഡിൽ ഫിറ്റിംഗിന്റെ ടൈമിലാണ് നമ്മൾ ഈ ഹാൻഡിൽ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യും, ഏതായാലും ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹാൻഡിൽ ഇവർക്ക് സപ്ലൈ ചെയ്യണത്. ഈ ഹാൻഡിൽ സപ്ലൈ ചെയ്തിട്ട് ആ ഹാൻഡില് ബിരിയാണി പോട്ടിന് 4 റിബിറ്റ് ഹാൻഡിലാണ് വരുന്നത്. പിന്നെ തവക്കാണ് 2 റിബിറ്റിങ്ങിന്റെ ഹാൻഡില്. അപ്പോൾ ഓരോരോ ഐറ്റംസിന് വ്യത്യസ്ത ഹാൻഡിലുകളാണ് വരുന്നത്. നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്തെടുക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അധികം ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് നമ്മൾ കാണുന്നത് ഈ ഹാൻഡിലൊക്കെ ഇളകി പോയതൊക്കെ ഇല്ല, അത് നമ്മൾ ഹൈ പ്രഷറിലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടാലേ മനസ്സിലാവുന്നത്. നല്ല പവറിൽ തന്നെ നിങ്ങൾ കൊടുക്കുന്നത്. അതെ, നല്ല പ്രഷറിലാണ് നമ്മൾ റിബിറ്റ് ചെയ്യണത്. അടുത്തത് ബ്രാൻഡിങ് ആണ്. ബ്രാൻഡിങ് പറഞ്ഞാൽ ടെൻറ്റോ ബിരിയാണി പോട്ട്, ടെൻറ്റോ അപ്പച്ചട്ടി, ടെൻറ്റോ തവ, ടെൻറ്റോ ഫ്രൈ പാന്, അങ്ങനെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ. അതെ, 60ഓളം പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഫാക്ടറി തന്നെ നമ്മൾ 60ഓളം പ്രോഡക്റ്റ്, നോൺ സ്റ്റിക്കിന്റെ 60ഓളം പ്രോഡക്റ്റ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ലാമിനേഷനിലാണ് പോകുന്നത്. ലാമിനേഷൻ ചെയ്യണത് എന്തിനാ വെച്ചാൽ ഈ ബോക്സിൽ ട്രാൻസ്പോർട്ടേഷന്റെ ടൈമിൽ സ്ക്രാച്ച് വരാതൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ലാമിനേഷൻ ചെയ്യുന്നത്. ഈ ലാമിനേഷൻ ചെയ്തതിന് ശേഷം നേരെ നമ്മൾ ബോക്സിലോട്ട് മാറ്റും. ടെൻറ്റോ പ്രീമിയം കുക്ക്വെയർ കമ്പനിയുടെ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ആഷിഖ് അലി ഇപ്പം എൻ്റെ മുന്നിലുള്ളത്. എനിക്ക് ആദ്യം തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം, ഈ ഫാക്ടറിന്റെ കാഴ്ച കംപ്ലീറ്റ് ഞാൻ കണ്ടു കഴിഞ്ഞു. ഈ ഒരു ബ്രാൻഡിങ്ങിന് വേണ്ടി നിങ്ങൾ ഇത്രയും വലിയൊരു ഫാക്ടറി സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ തുടങ്ങാനുള്ള ഒരു കാരണം എന്താണ്? ആക്ച്വലി നമ്മൾ ഈ തുടക്കത്തിൽ ഇത്ര വലിയൊരു ഫാക്ടറി ഒന്നും അല്ലായിരുന്നു. ഒരു 6000 സ്ക്വയർ ഫീറ്റിലുള്ള ഫാക്ടറി ആയിരുന്നു നമ്മൾ തുടങ്ങിയത്. അതിൽ നിന്നാണ് ഇപ്പോൾ ഒരു 12,500 സ്ക്വയർ ഫീറ്റിലേക്ക് നമ്മൾ മാറിയത്. ഇതിൽ തുടങ്ങാൻ കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ബ്രാൻഡ് മലപ്പുറം ജില്ല മാത്രം തുടങ്ങിയ സമയങ്ങളിൽ നമ്മൾ പുറത്തുനിന്ന് എടുത്തിട്ട് എന്ത് പറ്റി ചോദിച്ചാൽ, നമുക്ക് ആ ക്വാളിറ്റി ഒരിക്കലും സെക്കൻഡ് ടൈം നമ്മൾ ഓർഡർ കൊടുത്തപ്പോൾ വരുന്നില്ല. അതിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അങ്ങനെ ആ ലോട്ട് മൊത്തം നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടി വന്നു. ഈ റിട്ടേൺ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എന്ത് തോന്നി, നമുക്ക് സ്വന്തമായിട്ട് ഫാക്ടറി തുടങ്ങാം. അതുമേ നമുക്ക് ഫാക്ടറിയിൽ നിന്നുള്ള വലിയൊരു ലാഭമോഹം പ്രതീക്ഷിച്ചോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ക്വാളിറ്റി കൊടുക്കുന്ന ഏത് പ്രൊഡക്ട്സ് ആണോ അതിന് നമ്മൾ 100% നമ്മൾ സാറ്റിസ്ഫൈഡ് ആയെങ്കിൽ മാത്രമേ അത് പുറത്തേക്ക് കൊടുക്കുന്നുള്ളൂ. അത് പാക്കേജിലായിക്കോട്ടെ, അതിൻ്റെ ഡിസൈനിങ്ങിലായിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽസ്, അതിൻ്റെ കോട്ടിങ്, ഇതൊക്കെ 100% ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പുറത്തേക്ക് ഒരു കസ്റ്റമറിന് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കുറഞ്ഞ പീരീഡ് കൊണ്ട്, ഏകദേശം നമ്മൾ ബ്രാൻഡ് തുടങ്ങിയിട്ട് ഒരു 2 വർഷം ആവുന്നേ ഉള്ളൂ. ഈ 2 വർഷം കൊണ്ട് നമ്മൾ ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. എല്ലാവിധ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് എല്ലാത്തിലും നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റി. നമുക്കൊരു പൊസിഷൻ എന്ത് ചെയ്യാൻ പറ്റി, ഈ ഡീലേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ എല്ലാവരുടെ ഇടയിൽ ചെറുതായിട്ട് നമുക്കൊരു ഒരു പൊസിഷൻ ചെയ്യാൻ പറ്റി. സാധാരണ രീതിയിൽ ഞാൻ ഏത് വീഡിയോന്റെ ലാസ്റ്റ് വീക്ക് ഒരു ചോദ്യമുണ്ട്, നിങ്ങളിപ്പോൾ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വിളിക്കുകയാണെങ്കിൽ കൊടുക്കുമോ എന്നുള്ളത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാനുള്ള ഒരു അവസ്ഥയില്ലാതെ എല്ലാ കേരളം മുഴുവനും ആയിട്ടുണ്ട്, ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം നമുക്ക് തരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തുടക്കം മുതലേ നമ്മളെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കോട്ടെ, ഈ ഷോപ്പ് മലപ്പുറത്തുള്ള ഒരു ഷോപ്പുകളൊക്കെ നമുക്ക് തന്ന സപ്പോർട്ട്, അതിന് തുടർന്ന് നമുക്കുണ്ടായ ബാക്കിയുള്ള ഡിസ്ട്രിക്റ്റിൽ വളരാനുള്ള ആ ഒരു ട്രിവാൻഡ്രം ആയിക്കോട്ടെ, അവിടെയൊക്കെ നമുക്ക് ഓരോ ഷോപ്പുകാർ തരുന്ന സപ്പോർട്ടാണ് നമ്മളെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. ഈ സപ്പോർട്ടൊക്കെ തരാൻ കാരണവും പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി തന്നെയാണ്. അതായിരിക്കും. അതെ, ചില ആൾക്കാരൊക്കെ നമുക്ക് നോൺ സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിജക്ഷൻ വരും. ഇവിടെ ഒരുപാട് ബ്രാൻഡ് ഉണ്ട്, അങ്ങനെയുണ്ട് ഒക്കെ പറയും, ലോട്ട് ഓഫ്. എങ്കിൽ തന്നെ നമ്മൾ ആദ്യം പറയും, നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കണ്ട, നമ്മളൊന്ന് കാണിക്കുക, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ ഒന്ന് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതല്ലേ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കാണുമെന്ന് പറയും. ഈ കാണുന്നതോട് കൂടി നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു അവരെ മുഖത്ത് തെളിയുന്ന ഒരു സന്തോഷം, ഇത് നല്ല ക്വാളിറ്റി ആണല്ലോ എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീലും ഭയങ്കര. അതിനൊരു എക്സാമ്പിളൊക്കെ പറയുകയാണെങ്കിൽ കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് എന്നൊക്കെ ഉണ്ടായ അനുഭവം നമുക്ക് വളരെ, മേഡം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം വേണ്ട എന്ന് തന്നെ പറഞ്ഞു.
പക്ഷേ മാഡത്തിന് നമ്മൾ പ്രൊഡക്റ്റ് കാണിച്ചു കൊടുത്തു. മാഡം അപ്പം തന്നെ ഒരു മാനേജറെ വിളിച്ച് എന്ത് ചെയ്തു, നിങ്ങൾ ഓർഡർ ചെയ്തിക്കോളൂ ഏതൊക്കെ പ്രൊഡക്ട്സ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടല്ലോ എത്രമാത്രം ക്വാളിറ്റി. അതിനാണ് നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്ത് തീർച്ചയായിട്ടും ഇത് എല്ലാം നേരിട്ട് കാണിച്ചു തന്നത്. ഇവിടെ ഇപ്പം നിങ്ങളുടെ കേരളത്തിലല്ലാതെ മറ്റുള്ള എവിടെയൊക്കെ ഈ പ്രോഡക്റ്റ് നമ്മൾ GCCയിൽ ചെയ്യുന്നുണ്ട്, ദുബായിലൊക്കെ ചില പാർട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും കൂടെ ഒരു പ്ലാനിങ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി ട്രേഡിങ് ചെയ്യുന്ന സൗദി ആയിക്കോട്ടെ, ഖത്തർ, ദുബായ് ഇവരുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു ഫാക്ടറി തന്നെ നമുക്ക് പ്ലാനിങ് ഉണ്ട് ദുബായ്, സൗദിയിൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 2 മാസം മുമ്പ് ഞാൻ ഈ ഏരിയകളിലെല്ലാം വിസിറ്റിംഗ് പോയിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ബെറ്റർ ആയ പ്ലേസ് എനിക്ക് തോന്നുന്നു സൗദി അറേബ്യയാണ് ഫാക്ടറി തുടങ്ങാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്ലാനിങ് ഇതുപോലത്തെ ഈ ഒരു സ്വീകാര്യത കിട്ടണമെങ്കിൽ നമുക്ക് അവിടെ ഫാക്ടറി നിർബന്ധമായിട്ടും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനുള്ള കളേഴ്സ്, അതുപോലെ ഹാൻഡിൽസ്, അതുപോലെ തന്നെ അതിൻ്റെ കോട്ടിങ്, ഇതെല്ലാം നമുക്ക് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് ഫാക്ടറി നിർബന്ധമാണ്. നമുക്കൊരു സ്വന്തമായിട്ട് ഫാക്ടറി ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ സ്വീകാര്യത നമുക്ക് ഇവിടെ കിട്ടുക. അതുപോലെ തന്നെ അവിടെ നമ്മൾ സെയിം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ച് നമ്മൾ ഇതേപോലെ തന്നെ അവിടെയും നമുക്ക് ഈസി ആയിട്ട് നമ്മൾ മാർക്കറ്റിനെ എന്ത് ചെയ്യുക, നമുക്ക് ഷെയർ എടുക്കാം എന്നുള്ള 100% ഗ്യാരണ്ടിയിലോട് കൂടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലാനിങ് ചെയ്യുന്നത്. ഇത്രയാണ് ടെൻഡോയുടെ വിശേഷങ്ങൾ. അടിപൊളിയായിട്ടുള്ള ഒരു കാഴ്ച തന്നെ അല്ലേ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എങ്ങനെയാണ് നോൺ സ്റ്റിക് പാത്രങ്ങൾ നമ്മുടെ കൈകളിലേക്ക് വരുന്നുള്ളത്. ഇവിടെ വന്നപ്പോൾ ഈ ഒരു കാഴ്ച കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഇവിടെ മെറ്റീരിയൽ വരുന്നതും ഡൈയിലേക്ക് കൊടുക്കുന്നതും അതിനുശേഷം അത് പ്രസ് ചെയ്തതിനു ശേഷം എന്തൊക്കെ കാര്യങ്ങൾ, ഇതിലുള്ള കോട്ടിങ്ങും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഇത്രയും ഭംഗിയായിട്ടാണ് ഈ ഓരോ പ്രോഡക്റ്റും നമ്മളെ കൈകളിലേക്ക് ടെൻഡോ തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തേലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വിളിക്കാം, നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.